മാവേലിക്കര നഗരസഭയിലെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി കൊണ്ട് മാവേലിക്കരയിലെ നിവാസികൾക്ക് ഏതെല്ലാം തരത്തിൽ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? മാവേലിക്കര നഗരസഭയിൽ തുങ്കൂർ മൊഴി പദ്ധതിയാണ് നടപ്പിലാക്കിയിരുന്നത്. ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജൈവമാലിന്യം ഉൾപ്പെടെയുള്ളവ സംസ്കരിക്കാനായി തുങ്കൂർ മൊഴിയുടെ 8ഓളം കേന്ദ്രങ്ങളാണ് നഗരസഭ, കമ്പോസ്റ്റ് കേന്ദ്രങ്ങളാണ് നഗരസഭ ആരംഭിച്ചത്. എന്നാൽ ഒന്നുപോലും ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം. തുങ്കൂർ മൊഴി പലയിടത്തും വിജയിച്ച ഒരു പദ്ധതിയാണ്. പക്ഷേ എന്നാൽ മാവേലിക്കര നഗരസഭയിൽ അത് തീരെ വിജയിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. 2016 മുതൽ 21 വരെയുള്ള കൗൺസിലിന്റെ കാലഘട്ടത്തിലായിരുന്നു ഈ പദ്ധതി കൊണ്ടുവന്നത്. ഈ കൗൺസിൽ കാലഘട്ടം കഴിഞ്ഞോടുകൂടി പദ്ധതിയുടെയും കാലം നിന്നു, അല്ലെങ്കിൽ പദ്ധതി പിന്നെ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ അതിന്റെ പരിപാലനവും പ്രവർത്തനവും ഒന്നും മുനിസിപ്പാലിറ്റി വേണ്ടത്ര നിലയിൽ ശ്രദ്ധിച്ച് നടപ്പാക്കിയില്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷേ അവർ പറയും, മുനിസിപ്പാലിറ്റി അധികൃതരിൽ ചിലർ പറയുന്നത് അതൊരു പരാജയമായിരുന്നു, സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ചിലരുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങൾ ഉണ്ടായി. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അത് നല്ലൊരു പദ്ധതിയാണ്, കൃത്യമായി നോക്കി നടത്തിയാൽ വളരെ ഗംഭീരമായ കാര്യങ്ങൾ ചെയ്തു പോകാം എന്നും അവർ പറയുന്നു. അങ്ങനെയൊക്കെ ഇരിക്കെ ഈ 8 കേന്ദ്രങ്ങളും പ്രവർത്തിക്കാതിരിക്കുന്ന ഈ നഗരസഭയിൽ പുതിയ വീണ്ടും ഒരു 15 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 15 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വീണ്ടും ഒരു തുങ്കൂർ മൊഴി പദ്ധതി നിലവിൽ വരുന്നു എന്നുള്ളതാണ് പുതിയ ഒരു വിവരം. അതായത് പരാജയപ്പെട്ട, ഇപ്പൊ നിലവിൽ ഒന്നുപോലും പ്രവർത്തിക്കാത്ത തുങ്കൂർ മൊഴിയുടെ പുതിയൊരു പദ്ധതിയും കൂടിയാണ് നഗരസഭയിൽ 15 ലക്ഷം രൂപ മുതൽ മുടക്കി വരുന്നത്. കേരള ഖരമാലിന്യ സംസ്കരണം പരിപാലനവുമായി ബന്ധപ്പെട്ട ലോകബാങ്കും ഒക്കെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാകുന്നത്. നിരവധി നഗരസഭകളിലും ഒക്കെ വൈവിധ്യങ്ങളായ ഖരമാലിന്യ സംസ്കരണ പരിപാടികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മാവേലിക്കരയിലും ഇത്തരത്തിലുള്ളൊരു പദ്ധതി വരുന്നത്. കഴിഞ്ഞ ബജറ്റിന്റെ കാലഘട്ടത്തിലെ പദ്ധതി കൂടിയാണ് ഇതെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. അത് 8 എണ്ണവും പരാജയപ്പെട്ട സ്ഥാനത്താണ് വീണ്ടും പുതിയതായി ഒന്നുകൂടെ ഈ നഗരസഭ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. 26-ാം വാർഡിൽ കാളച്ചന്തയിലാണ് പുതിയ തുങ്കൂർ മൊഴി പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 8 മാവേലിക്കരയിൽ പരാജയമായിരുന്ന ഒരു പദ്ധതിയാണ് വീണ്ടും നഗരസഭ 15 ലക്ഷം രൂപ മുടക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജയിച്ച ഒരു പദ്ധതിയാണ് വീണ്ടും ആവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് നല്ലതെന്ന് പറയാം. പക്ഷേ നഗരസഭയിൽ പരാജയമായി പോയ ഒരു പദ്ധതി വീണ്ടും ചെയ്യുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മാലിന്യ സംസ്കരണത്തിനായി പുതിയ ഒത്തിരി ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ വിവിധ ഇടങ്ങളിലായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. ചിലതൊക്കെ നന്നായി വിജയിച്ചു പോകുന്നുണ്ട്. അതിലൊന്നാണ് ബ്ലാക്ക് സോൾജിയർ ലാർവ ഇനത്തിൽപ്പെട്ട പുഴുക്കളുള്ള ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ട് അത് ശാസ്ത്രീയമായ രീതിയിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് പരീക്ഷണത്തിലൂടെയും വിവിധ ഇടങ്ങളിൽ ഇത് സ്ഥാപിച്ച് വിജയിപ്പിച്ചതുമൊക്കെയാണ്. എന്നാൽ അതിനെ ഏറ്റെടുക്കാനോ നടപ്പിലാക്കാനോ നഗരസഭ തയ്യാറായിട്ടില്ല. അന്ന് ഈ പറഞ്ഞ ബ്ലാക്ക് സോൾജിയർ ലാർവ ഇനത്തിൽപ്പെട്ട പുഴുക്കളുടെ ബിന്നുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു കമ്പനി നഗരസഭയെ സമീപിക്കുകയും അവര് ഒരു ഡെമോൺസ്ട്രേഷൻ അതിന്റെ നഗരസഭ കൗൺസിൽ നടത്തുകയും ചെയ്തു. എന്നിട്ട് പോലും നഗരസഭയിലെ കൗൺസിലർമാർ ആരും തന്നെ ഈ പദ്ധതി അവിടെ സ്ഥാപിക്കുവാനുള്ള അനുമതി, അതായത് ഐകകണ്ഠേന അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാഞ്ഞതിനെ തുടർന്നാണ് ഈ പദ്ധതി നടപ്പാവാതെ പോയത്. തുങ്കൂർ മൊഴിയേക്കാൾ കുറച്ചുകൂടി എഫിഷ്യന്റ് ആണ് ഈ പറയുന്ന ബ്ലാക്ക് സോൾജിയർ ലാർവ ഇനത്തിൽപ്പെട്ട പുഴുക്കൾ ഉപയോഗിച്ചുള്ള ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പറയുന്ന ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സംസ്കരിക്കുന്ന ഈ പദ്ധതി. എന്നാൽ അതൊന്നുമല്ല, വീണ്ടും പരാജയപ്പെട്ട പദ്ധതി തന്നെ പുനഃസ്ഥാപിച്ച് അല്ലെ പുതിയതായി കൊണ്ടുവരുന്നു. ഇതൊക്കെ നഗരസഭ എങ്ങനെയാണ് ഇതിനെ, അതായത് ഈ പരാജയപ്പെട്ടിടത്ത് നിന്ന് അതിനെ ഒന്ന് വിജയിപ്പിച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് പറയാം. ഇത് നമ്മുടെ നികുതി പണം വെറുതെ കളയുന്ന, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കിട്ടുന്ന ധനസഹായം ഒക്കെ തന്നെ വെറുതെ കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാവേലിക്കര നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന തുങ്കൂർ മൊഴി പദ്ധതിയിൽ ഒന്നെങ്കിലും പ്രവർത്തിപ്പിച്ച് വിജയിപ്പിച്ച് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണവുമായി ഞങ്ങൾ വരില്ലായിരുന്നു. പക്ഷേ ഈ 8 പരാജയപ്പെട്ട സ്ഥലത്താണ് വീണ്ടും ഒരു പരീക്ഷണാർത്ഥം ഒരു സാധനം കൂടെ 9ാമത് 15 1 2 രൂപയല്ല 15 ലക്ഷം രൂപ മുടക്കിയാണ് അത് പണി ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ പണിയുടെ ഏതാണ്ട് ആരംഭ സ്റ്റേജ് ആണ്. എന്നാൽ ഇതിന് ഒരു പുതിയ കാലത്തിന് പുതിയ പദ്ധതികൾ, അല്ലെ ആധുനികമായ ഈ മാലിന്യങ്ങളെ സംവിധാനം ചെയ്യുവാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ ഒന്നും ആശ്രയിക്കാതെയാണ് ഇത്തരത്തിൽ ആ പഴയ പദ്ധതി തുങ്കൂർ മൊഴി മോഡൽ വിജയിച്ചതല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. വ്യാപകമായി മാവേലിക്കരയിൽ ആരംഭിച്ചതുമാണ്. പക്ഷേ ഇവിടെ അത് വിജയിച്ചില്ല.
പ്രതീക്ഷയില്ല. അത് എന്താണ് അതിന്റെ സാഹചര്യം എന്നറിയില്ല. അത് അവിടെ വിജയിക്കാൻ, അതായത് ഒന്നുപോലും ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അത്തരത്തിലുള്ള ഒരു പദ്ധതി വീണ്ടും നടത്തി നമ്മുടെ ഖജനാവിലെ അല്ലെങ്കിൽ നമ്മുടെ പണം ഇല്ലാതെയാക്കുകയാണ്. അത് ശാസ്ത്രീയമായ രീതിയിൽ നല്ല ഒരു പദ്ധതി രൂപീകരിച്ച് ബ്ലാക്ക് സോൾജിയർ ലാർവ ഇനത്തിൽ പെട്ടതോ മറ്റേതെങ്കിലും, അതായത് നൂതനമായ പുതിയതായ ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പദ്ധതികൾ വീണ്ടും ആവിഷ്കരിക്കുക. ഇതുപോലുള്ള ഈ വീണ്ടും തുഗ്ലക്ക് പരിഷ്കാരങ്ങളുമായി വരരുത് എന്ന് മാത്രമാണ് നഗരസഭാ അധികൃതരോട് അറിയിക്കുവാനുള്ളത്.